CPM ബന്ധം ഉപേക്ഷിച്ച പി.കെ. ശശി ഒറ്റപ്പാലത്ത് UDF-നായി കളത്തിലിറങ്ങും. UDF പിന്തുണയോടെ CPM വിമതരുടെ കൂട്ടായ്മ രൂപീകരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ശശി മത്സരിക്കും. നാളെ രാവിലെ പാലക്കാട് നടക്കുന്ന വിമത കൺവെൻഷൻ ശശി ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലം സീറ്റിൽ പി.കെ. ശശി മത്സരിക്കുമെന്ന് ഉറപ്പായി. UDF നേതാക്കളുമായി ചർച്ച പൂർത്തിയാക്കിയതിന് പിന്നാലെ ശശി മണ്ഡലത്തിലെ UDF നേതാക്കളോട് പിന്തുണ അഭ്യർത്ഥിച്ചു. നാളെ CPM വിമത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ശശി CPM-യുമായുള്ള ബന്ധം അവസാനിപ്പിക്കും. പാലക്കാട് ജില്ലാ മാർക്സിസ്റ്റ് കൂട്ടായ്മ എന്ന പേരിലാണ് പാലക്കാട് നഗരത്തിൽ നാളെ കൺവെൻഷൻ ചേരുക. നിലവിലെ 5 CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഭാവിയിൽ തങ്ങളോടൊപ്പം വരുമെന്നും A. സതീഷ് പറഞ്ഞു. നിലവിലെ ജില്ലാ കമ്മിറ്റിയിലെ 5 അംഗങ്ങൾ അവരുടെ മനസ്സ് ഞങ്ങളോടൊപ്പമാണ്, ശരീരം മാത്രമേ അപ്പുറത്തുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ കൂടി ഞങ്ങളുടെ ഒപ്പമാവും പിന്നീട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഒറ്റപ്പാലത്ത് പി.കെ. ശശിയെ മത്സരിപ്പിക്കുന്നതിൽ പ്രാദേശിക നേതൃത്വത്തിന് എതിർപ്പുണ്ട്. അതിനിടെ VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന A. സുരേഷ് പാണക്കാടെത്തി മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ടു. സുരേഷ് മലമ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് കൂടിക്കാഴ്ച. പാണക്കാട് ഒരു സാംസ്കാരിക കേന്ദ്രമാണെന്നും അനുഗ്രഹം തേടിയാണ് പാണക്കാടെത്തിയതെന്നും സുരേഷ് പറഞ്ഞു. ഇതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. കേരളത്തിന്റെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് കൊടപ്പനക്കൽ തറവാട്. ഞാൻ കേട്ടറിവുള്ളത് ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ തറവാട്ടിലൊന്ന് കയറണം, അനുഗ്രഹം വാങ്ങണം. ഇന്നാണത് സാധിച്ചത്. സുരേഷിന്റെ മാറ്റം ജനങ്ങളും അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സുരേഷിന് ഒരുപാട് കാലത്ത് പാരമ്പര്യമുണ്ടല്ലോ, അത് ജനങ്ങൾക്ക് അത് ബോധ്യവുമാണ്. ആ പാരമ്പര്യത്തെക്കുറിച്ച് അറിയുന്ന ജനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൽ വന്നിട്ടുള്ള ഈ മാറ്റത്തെ ജനങ്ങളും അത് അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 പാലക്കാട്.